Good morning, my dear students, and we are going to the next class of business management. നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? എന്താണ് ലീഡർഷിപ്പ്? ലീഡർഷിപ്പിൻ്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നല്ലൊരു ലീഡർക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? അതോടൊപ്പം തന്നെ ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. And next we can go to theories on leadership. ലീഡർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആണ് നമ്മൾ ഇനിയത്തെ ക്ലാസ് മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിൽ തിയറീസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ലെങ്തി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്കൊരു പെട്ടെന്ന് അത് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കുറച്ച് ലെങ്തി ആയിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ് തിയറീസ് ഓൺ ലീഡർഷിപ്പ്. ലെങ്തി ആവുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പ്രധാനമായും 5 തിയറീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. 5 തിയറീസ് ഓൺ ലീഡർഷിപ്പ്. അതിൽ തന്നെ കുറച്ച് സബ് ഡിവിഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ തിയറീസിലും സബ് ഡിവിഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ആ ടോപ്പിക്ക് കുറച്ച് ലെങ്തി ആയിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും അറിയാം, കുറച്ച് അധികം കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചധികം പേജസ് തിയറീസ് ഓൺ ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താ പറയുക, ലെങ്തി ആണെന്ന് മാത്രമല്ല, ഈ തിയറീസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും കൂടിയാണ്. കാരണം പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്ഐ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത്, തിയറീസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പറഞ്ഞു 5 തിയറീസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. 5 തിയറീസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിൽ ആദ്യത്തെ തിയറി പറയുന്നത് ബിഹേവിയറൽ തിയറിയാണ്. ഫസ്റ്റ് തിയറി ഈസ് ബിഹേവിയറൽ തിയറി. എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ പോകുന്നില്ല, 5 തിയറീസ് ഏതൊക്കെയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഫസ്റ്റ് തിയറി ഈസ് ബിഹേവിയറൽ തിയറി. സെക്കൻഡ് തിയറി ഈസ് ട്രേറ്റ് തിയറി. ട്രേറ്റ്, TRAIT, ട്രേറ്റ് തിയറി. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ബോർഡിൽ. ബിഹേവിയറൽ തിയറി. സെക്കൻഡ് വൺ ട്രേറ്റ് തിയറി. തേർഡ് വൺ ഈസ് കരിസ്മാറ്റിക് തിയറി. കരിസ്മാറ്റിക് തിയറി. Fourth one is contingency theory, and last one is situational theory. These are the 5 important theories on leadership. The first one is behavioral theory. Behavioral theory, that means this theory concentrates on the behavior of the leaders. എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവിയർ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ആ തിയറിയിലേക്ക് കടക്കുമ്പോൾ പഠിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രേറ്റ്. ട്രേറ്റ്, ആൻഡ് വാട്ട് യു മീൻ ബൈ ട്രേറ്റ്? ട്രേറ്റ് മീൻസ് ദ ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടർ ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ, ദാറ്റ് ഈസ് ട്രേറ്റ്. ഡിസ്റ്റിങ്വിഷിംഗ്, മറ്റുള്ളവരിൽ നിന്നും ഒരാളെ വ്യത്യസ്തമാക്കുന്ന ഒരു ക്യാരക്ടർ, അതിനെ വിളിക്കുന്ന പേരാണ് ട്രേറ്റ്. ഓൾ ഓഫ് us have different types of traits. Okay, so that's trait theory, and in that theory the experts concentrates on how and what are the important traits of a successful leader. Okay, the next one is charismatic theory. Charismatic theory or charisma. Charisma means attractive personality of a person. That's charisma. മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനും മറ്റുള്ളവരുടെ ആരാധനയ്ക്ക് പാത്രമാവാനുമുള്ള അതിന് തക്ക യോഗ്യമായിട്ടുള്ള പേഴ്സണാലിറ്റി, ദാറ്റ് ഇസ് കരിസ്മ. ആൻഡ് ഹിയർ ആ ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റീനെ കുറിച്ചിട്ടാണ് ഈ ഒരു കരിസ്മാറ്റിക് തിയറിയിൽ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കണ്ടിൻജൻസി തിയറി. ആൻഡ് വാട്ട് യു മീൻ ബൈ കണ്ടിൻജൻസി? കണ്ടിൻജൻസി മീൻസ് based on some unexpected situations or emergency situations. So that is contingency. And contingency-നെ ബേസ് ചെയ്തിട്ട് ലീഡർഷിപ്പിനെ അവലോകനം ചെയ്യുന്ന തിയറിയാണ് കണ്ടിൻജൻസി. ലൈക്ക്വൈസ് situational also, based on situation and how situations make successful leaders. ഇതാണ് 5ാമത്തെ തിയറിയിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ ഫസ്റ്റ് തിയറി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് ബിഹേവിയറൽ തിയറീസ്. Behavioral theories, and behavioral theory says that the behaviors of various successful leaders should be recognized only because these behaviors can be
taught to various persons so that they can get the adequate training to become successful leaders. ഓക്കെ, ഈ ബിഹേവിയറൽ തിയറിയിൽ അവർ പറയുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതിൻ്റെ തുടക്കം വെച്ച സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് മിക്കവാറും ഇൻബോൺ ആയിട്ടുള്ളൊരു ടാലൻ്റാണ്, ക്വാളിറ്റിയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് ബിഹേവിയറൽ തിയറിയിൽ പറയുന്നത്. ബിഹേവിയറൽ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സക്സസ്ഫുൾ ലീഡേഴ്സിൻ്റെ ബിഹേവിയേഴ്സിനെ എന്ത് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കി വെക്കുന്നത്? വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ഈ ബിഹേവിയേഴ്സ് നമുക്ക് ആർക്കാണോ ഗുഡ് ലീഡേഴ്സ് ആവേണ്ടത് അവരെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായിട്ട് മാറാനായിട്ട് സാധിക്കും? ഗുഡ് ലീഡേഴ്സായിട്ട് മാറാൻ സാധിക്കും. ആൻഡ് ഹിയർ ഇൻ ദിസ് ബിഹേവിയറൽ തിയറി ഇറ്റ് ഈസ് സെഡ് ദാറ്റ് the leaders can be made and they are not born. Leaders can be made, they can be trained, and they can be instilled with certain type of knowledges and certain type of skills so that they can become successful leaders. So that's the essence of a behavioral theory. അതാണ് ബിഹേവിയറൽ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അവിടെ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ, ബിഹേവിയറൽ തിയറിയുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ അതിനൊരു ലാസ്റ്റ് സെൻറ്റൻസ് അവിടെ പറയുന്നുണ്ട്. ദ ബിഹേവിയറൽ തിയറീസ് ഓഫ് ലീഡർഷിപ്പ് വർക്ക് ഓൺ ദ പ്രിമൈസ് ദാറ്റ് പീപ്പിൾ ക്യാൻ ബി ട്രെയിൻഡ് ടു ബിക്കം എഫക്റ്റീവ് ലീഡേഴ്സ്. ബിഹേവിയറൽ തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വർക്ക്ഡ് ഓൺ ദ പ്രിമൈസ്. Premise means assumption. It is based on the assumption that people can be trained. People-ne നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങളെ നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും to become effective leaders. If one knows which behavior of the leader is critical to success. നമുക്ക് ഏത് സ്വഭാവം പഠിച്ചാലായിരിക്കും നന്നാവാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ഏത് സ്വഭാവം പഠിച്ചാലായിരിക്കും നല്ല ലീഡേഴ്സ് ആയി തീരാനായിട്ട് സാധിക്കുക എന്ന് നമുക്കറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതുപോലെ പ്രാക്ടീസ് ചെയ്താൽ മതി അല്ലേ. ആ സ്വഭാവത്തിന് ഉടമകളായാൽ മതി. ദെൻ നമുക്ക് നല്ലതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? നല്ല ലീഡേഴ്സായിട്ട് തീരാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് ദ ബിഹേവിയറൽ പാറ്റേൺസ് എക്സിബിറ്റഡ് ബൈ പീപ്പിൾ ദാറ്റ് റിവീൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീഡേഴ്സ് ആൻഡ് നോൺ ലീഡേഴ്സ്. ആൻഡ് ഫ്രം ദ ബിഹേവിയേഴ്സ് of various people we can identify that whether that person is a leader or a non-leader അല്ലേ. അവർ ചില ആൾക്കാരുടെ സംസാരം അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി അങ്ങനെ, അല്ലെങ്കിൽ ചില സംഭവങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അയാളൊരു നല്ലൊരു ലീഡറാണോ അല്ലയോ. സോ ദാറ്റ്സ് എസെൻസ് ഓഫ് ബിഹേവിയറൽ തിയറി. ആൻഡ് ഈ ബിഹേവിയറൽ തിയറി അതിന് ആക്കപ്പെട്ടത് 4 വ്യത്യസ്ത മേഖലകളിലാണ്. ലീഡേഴ്സിൻ്റെ ബിഹേവിയേഴ്സ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കി എടുത്തത് 4 വ്യത്യസ്ത പഠനങ്ങളിലൂടെയാണ്. 4 വ്യത്യസ്ത പഠനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒഹിയോ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനത്തിൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. സ്റ്റഡീസ് ഓഫ് ഒഹിയോ യൂണിവേഴ്സിറ്റി. Likewise, there is studies of Michigan University, and next one is there was a managerial grid formulated by Jane and Moulton. And they have formulated and they have constructed a managerial grid, and through that managerial grid they focuses on 2 points and try to explain the behaviors of leaders. Okay, so that is the third one. And likewise there is also one more study there. There is Rensis-Likert 4-level leadership model. Rensis-Likert 4-level leadership model. And നമ്മൾ ഈ ബിഹേവിയറൽ തിയറി നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യല്ല,
ബിഹേവിയറൽ തിയറിയെ കുറിച്ചിട്ടുള്ള ഈ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് 4 സ്റ്റഡികളിൽ നിന്നാണ്. ആ 4 സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഒഹിയോ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡീസാണ്. ഒഹിയോ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മിച്ചിഗൺ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ്. തേർഡ് വൺ എന്ന് പറയുന്നത് ദിസ് സ്റ്റഡി വാസ് കണ്ടക്റ്റഡ് ബൈ എ മാനേജീരിയൽ ഗ്രിഡ് and it was formulated by Jain and Mountain. Okay, and there was one more study, and the study was conducted by Francis Likert, and this is known as 4 level leadership model. Okay, so these are the 4 important studies, and we can see it one by one. Okay, the first one is Ohio State University study. And എന്താണ് ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസിൽ അവരെന്തിനൊക്കെയാണ്, എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്, അതിൽ നിന്നും അവരെന്താണ് മനസ്സിലാക്കിയെടുത്തത്, ഏതൊക്കെ ബിഹേവിയേഴ്സിനായിരുന്നു അവർ മുൻതൂക്കം കൊടുത്തിരുന്നത്, ഇതാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ആൻഡ് ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡി വാസ് കണ്ടക്റ്റഡ് ഇൻ ദ ഇയർ 1940s. ഈ ഒരു ഒഹിയോ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് എന്ത് ചെയ്യപ്പെട്ടത്, കണ്ടക്ട് ചെയ്യപ്പെട്ടത്. And they have identified 2 important dimensions. In the beginning of the study, there were a lot of dimensions. ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ടായിരുന്നു. ഡൈമെൻഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സിന് മുൻതൂക്കം കൊടുത്തിട്ടാണ് അവരെന്ത് ചെയ്തത്, സ്റ്റഡി ആരംഭിച്ചത് അല്ലേ. ബിഹേവിയറിന്, ഒരാളുടെ ബിഹേവിയർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അല്ലേ, ഒരുപാട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്യേണ്ടി വരും നമ്മൾ. അതേപോലെ ഒഹിയോ യൂണിവേഴ്സിറ്റിക്കാർ സ്റ്റഡീസ് തുടങ്ങിയ സമയത്ത് അവിടെ ഇഷ്ടംപോലെ ഫാക്ടേഴ്സ് അവർ കൺസിഡർ ചെയ്തിരുന്നു. അതേസമയം സ്റ്റഡിയുടെ ഏകദേശം അവസാന കാലഘട്ടമായപ്പോൾ അവിടെ ഈ എന്താ പറയുക, ആയിരക്കണക്കിന് ഡയമെൻഷൻസിൽ നിന്നും വെറും 2 ഡയമെൻഷൻസിലേക്ക് അവരെന്ത് ചെയ്തു, ചുരുങ്ങി. അതായത് അവർക്ക് മനസ്സിലായി ആ 2 ഡയമെൻഷൻസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, എസ്പെഷ്യലി ഫോർ സ്റ്റഡിയിങ് ലീഡർഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 2 തരം ബിഹേവിയറുകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ആർക്ക് മനസ്സിലായി, ഒഹിയോ യൂണിവേഴ്സിറ്റിക്കാർക്ക് മനസ്സിലായി. അങ്ങനെ അവർ 2 ഡയമെൻഷൻസിന് പ്രാധാന്യം കൊടുത്തു. ആ 2 ഡയമെൻഷൻസ് ആണ്, ഒന്ന് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് initiative structure, and second one is consideration structure. Okay, so these are the 2 structures or 2 important types of behaviors a leader should possess. ഏതൊക്കെയാ പറഞ്ഞേ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ. And according to Ohio University, this is an important quality required by a leader or by a manager. ഒരു ലീഡർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് എന്തെന്ന് പറയുന്നത്, ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. He should be capable to take initiative in many matters inside the organization as well as outside the organization. ഓക്കെ, ഇനീഷ്യേറ്റീവ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യേറ്റീവ് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് ചലഞ്ചിങ് ആയിട്ടുള്ള ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അത് ചെയ്യാനും കഴിവുള്ള ആൾക്കാരായിരിക്കും ആര്, ലീഡേഴ്സ്. അതും പറഞ്ഞിട്ട് എല്ലാം കൂടി അയാളുടെ തലയിൽ കയറ്റി വെക്കില്ല. അതിന് പകരം he will allocate the important duties to the experienced and qualified persons. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്ക്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളിലേക്ക്
അതെന്ത് ചെയ്ത് കൊടുക്കും, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതിനുള്ള കഴിവ് അയാൾക്കുണ്ട് അല്ലേ? ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ഭയങ്കര കഴിവാണ്, മറ്റുള്ളവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ ഭയങ്കര കഴിവാണ്. അതൊരു നല്ലൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണെങ്കിൽ ഹീസ് എ ഗുഡ് ലീഡർ. അതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അല്ല, ഇന്ന കാര്യം ഇന്ന ആൾ ചെയ്യൂ, ഇന്ന കാര്യം ഇന്ന ആൾ ചെയ്തു. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു കല്യാണം വരികയെന്ന് വിചാരിക്കും അല്ലേ? കല്യാണം വരുന്ന സമയത്ത് അവിടെയുള്ള എന്താ പറയുക, മൂത്ത ആള് അല്ലേ എന്താ ചെയ്യുക, എല്ലാം കൂടി അയാൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം അതിന് പകരം എന്താ ചെയ്യും, ഓരോരുത്തർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതേസമയം അതിന് കഴിവില്ലാത്ത ആൾക്കാരുണ്ട്, എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്ന് വിചാരിക്കും. പക്ഷെ അവസാനം അത് എന്താ പറയുക, സക്സസ്ഫുൾ അല്ലാതായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പം അവരെ നല്ലൊരു ലീഡറൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല അല്ലേ? അപ്പം അതുപോലെ ഇവിടെ നല്ലൊരു ലീഡറുടെ ഒരു ലക്ഷണമാണ് എന്തെന്ന് പറയുന്നത്, ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളത്. ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടായിരിക്കണം. കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ട സമയത്ത് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് എങ്ങനെയാണ് പണിയെടുപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ട് അയാൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ എപ്പോഴും അയാൾ ടാർഗറ്റ്സിനെ കുറിച്ച് ബോധവാനായിരിക്കും. ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന കാര്യം നമ്മൾ അക്വയർ ചെയ്തിരിക്കണം എന്നുള്ളൊരു ബോധ്യം അയാൾക്ക് ഉണ്ടായിരിക്കും. ആ ഡെഡ് ലൈൻസ് അയാൾക്ക് ബോധ്യം ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഇസ് ഓൾവേസ് എ കൺസേൺ ഫോർ എ ഗുഡ് ലീഡർ. സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗുഡ് ലീഡറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള, അതോടൊപ്പം തന്നെ ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ ഉള്ള ഒരു വ്യക്തിയെ നമുക്ക് നല്ലൊരു ലീഡറായിട്ട് പരിഗണിക്കാം എന്ന് പറയുമ്പോഴും ഒഹ്യോ യൂണിവേഴ്സിറ്റി ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ഒരു ക്വാളിറ്റി മാത്രം പോരാ. പിന്നെ എന്ത് ക്വാളിറ്റി അവിടെ വേണ്ടത്? ഒരു ക്വാളിറ്റിയെ കുറിച്ച് കൂടി അവിടെ ഒഹിയോ യൂണിവേഴ്സിറ്റിക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്ത് ക്വാളിറ്റിയാണ്? ദാറ്റ് ഈസ് കൺസിഡറേഷൻ മെന്റാലിറ്റി. കൺസിഡറേഷൻ, വാട്ട് യു മീൻ ബൈ കൺസിഡറേഷൻ? എപ്പോഴും ഒരു നല്ലൊരു ലീഡർ എപ്പോഴും ടാർഗറ്റ്സുകളെ കുറിച്ച് ചിന്തിക്കുന്ന, പ്രൊഡക്ഷനെ കുറിച്ച് ചിന്തിക്കുന്ന, മാക്സിമം കപ്പാസിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കരുത്. ഹി ഷുഡ് ബി ഏബിൾ ടു കൺസിഡർ the subordinates, consider the employees. So consideration for employees is another important behavior or another important character a leader should acquire. കൺസിഡറേഷൻ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അതിനെ നമുക്ക് ഒരിക്കലും വേണ്ടെന്ന് വെക്കാൻ ഒരു ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ മാത്രമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ നമുക്ക് നല്ലൊരു ലീഡർ എന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് കൺസിഡറേഷൻ ഫോർ പീപ്പിൾ അല്ലെങ്കിൽ കൺസിഡറേഷൻ ഫോർ എംപ്ലോയീസ്, അത് മാത്രമുള്ളൊരു വ്യക്തി നല്ലൊരു ലീഡർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതേസമയം ഈ രണ്ട് ക്യാരക്ടേഴ്സും അതിൻ്റെ മാക്സിമം ലെവലിലുള്ള വ്യക്തികളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നല്ല ലീഡേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് പറയുമ്പോഴും there may be some exceptional cases. Some people may be very much initiative and very much innovative. At the same time, those people may have a lot of job dissatisfaction, and sometimes turnover rate may be higher among these type of managers or leaders. അല്ലേ? ആബ്സെൻറ്റീസം, ടേൺ ഓവർ, ഇതൊക്കെ ചിലപ്പോൾ കൂടുതൽ നമുക്ക് കാണാനായിട്ട് ഭയങ്കര ഇനീഷ്യേറ്റീവ് ആയിരിക്കും, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിശക്തി ഉണ്ടായിരിക്കും, ഭയങ്കരമായിട്ടുള്ള ഇതുണ്ടായിരിക്കും. അതേസമയം അങ്ങനെയുള്ളവർ, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ, ഓൺലി എക്സെപ്ഷണൽ കേസസ്. എക്സെപ്ഷണൽ, നമ്മളിപ്പോൾ എന്ത് തിയറി പറയുമ്പോഴും അതിന് ചില എക്സെപ്ഷൻസ് ഉണ്ടാവും, അതിന് യാതൊരു സംശയവുമില്ല അല്ലേ? ഏത് തിയറി ആണെങ്കിലും, ഇപ്പോൾ ഡിമാൻഡ് തിയറി, നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്ന ഒരു തിയറിയാണ് ഡിമാൻഡ് തിയറി. വെൻ ഡിമാൻഡ് ഇൻക്രീസസ് പ്രൈസ് വിൽ ഓൾസോ ഇൻക്രീസ്. വെൻ ഡിമാൻഡ് ഡിക്രീസസ് പ്രൈസ് വിൽ ഓൾസോ ഡിക്രീസ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തിയറി, ബട്ട് അറ്റ് ദി സെയിം ടൈം ദർ ആർ സോ മെനി എക്സെപ്ഷൻസ് ഉണ്ട്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യാത്ത ഒരുപാട് കമ്മോഡിറ്റീസ് ഉണ്ട്, ഒരുപാട് സർവീസുകളുണ്ട്. ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ഡിക്രീസ് ചെയ്യാത്ത ഒരുപാട് കമ്മോഡിറ്റീസ് ഉണ്ട്, സർവീസസ് ഉണ്ട്. സോ വി ആർ നോട്ട് സ്റ്റഡിങ് എക്കണോമിക്സ്, വി ആർ സ്റ്റഡിങ് ബിസിനസ് മാനേജ്മെന്റ്. സോ ഹിയർ ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം, കൺസിഡറേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. മിക്കവാറും അയാൾ എക്സെപ്ഷണലി ഗുഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം
റെയർ കേസസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവരിലായിരിക്കാം ഏറ്റവും കൂടുതൽ എന്താ പറയുക ജോബ് ഡിസാറ്റിസ്ഫാക്ഷനൊക്കെ കാണാനായിട്ട് സാധിക്കും. ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കര കഴിവുള്ള വ്യക്തികളായിരിക്കും, പക്ഷെ ഒരു സ്ഥലത്ത് അവർ എന്താ പറയുക കുറേ കാലം അവർ നിൽക്കില്ല. അങ്ങനത്തെ ചില മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരുണ്ട്. നല്ല കഴിവും നല്ല ബുദ്ധിശക്തിയും നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള പ്രാവീണ്യമൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും. അതേസമയം അവർക്ക് എന്താ പറയുക അവർക്കൊരു സ്ഥലത്ത് മാത്രം ഒരു ഓർഗനൈസേഷനിൽ മാത്രം കുറേ കാലം സേവനം ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ എക്സെപ്ഷനെ കുറിച്ച് അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് സ്ട്രക്ചർ ആസ് വെൽ ആസ് കൺസിഡറേഷൻ. ആൻഡ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ ബുദ്ധിമുട്ടുകൾ, എംപ്ലോയീസുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. At any way, we should not sacrifice. The leaders should not sacrifice the cordial relationship with the employees. ഒരിക്കലും അത് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവരുത് അല്ലേ? ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത്, ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന സമയത്ത്, ഡയറക്ഷൻസ് കൊടുക്കുന്ന സമയത്ത്, എഫിഷ്യൻസി അനലൈസ് ചെയ്യുന്ന സമയത്തൊക്കെ മുഷിഞ്ഞ് നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും. ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മൾ ശ്രദ്ധിക്കണം, അതൊരിക്കലും നമ്മുടെ ബന്ധങ്ങളെ എഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റിലേഷൻഷിപ്സ് അല്ലേ? ചിലപ്പോഴെങ്കിലും ഫോർമൽ റിലേഷൻഷിപ്സിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് ഇൻഫോർമൽ റിലേഷൻഷിപ്പുകളാണ് അല്ലേ? ഒരു ഓർഗനൈസേഷൻ്റെ ആ ഒരു ഫ്രെയിംവർക്കിനുള്ളിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും, സുപ്പീരിയർ സബോർഡിനേറ്റിന് വേണ്ടിയും സബോർഡിനേറ്റ് സുപ്പീരിയറിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും ആ ഇൻഫോർമൽ റിലേഷൻഷിപ്സിനെ ആശ്രയിച്ചിട്ടാണെന്ന് നമുക്ക് പറയാതെ വയ്യ. എപ്പോഴും ഫോർമലായിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അതന്നെയാണ് ഇവിടെയും പറയുന്നത്, കൺസിഡറേഷൻ വേണം. എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യണം. അവരുടെ കംപ്ലയിൻസ് കേൾക്കാൻ തയ്യാറാവണം. അവരെപ്പോഴും ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കാതെ അവർ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താണെന്നുള്ളത് ഇടയ്ക്കെങ്കിലും അതിന് ചെവി കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. അങ്ങനെയായി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ലീഡർക്ക് വേണ്ട ഗുണങ്ങൾ അവിടെ അവസാനിച്ചു എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. സോ ദീസ് ആർ ദ 2 important considerations in the studies conducted in Ohio universities in Ohio University in 1940s. Okay, so that's about the first study. And next we can അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ പോവാണ്. That university is Michigan University. Someone or sometimes മിച്ചിഗൺ യൂണിവേഴ്സിറ്റി എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് കേൾക്കാറുണ്ട്. എനിവേ പ്രൊനൗൺസിയേഷൻ എന്തുതന്നെയായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാം. സോ Michigan University Studies. Michigan University Studies is an extension of Ohio University Studies. Here also they are concentrating on 2 important behaviors of leaders. Leadersന്റെ 2 പ്രധാനപ്പെട്ട ബിഹേവിയേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദീസ് ബിഹേവിയേഴ്സ് ആർ എംപ്ലോയി ഓറിയൻറ്റഡ് ആൻഡ് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ്. എംപ്ലോയി ഓറിയൻറ്റഡ് ആൻഡ് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ്. എംപ്ലോയി ഓറിയൻറ്റഡും പ്രൊഡക്ഷൻ ഓറിയൻറ്റഡും. നേരത്തെ പറഞ്ഞ നമ്മുടെ ഇനീഷ്യേറ്റീവ് സ്ട്രക്ചറും കൺസിഡറേഷനും അതിൻ്റെ തന്നെ ഒരു വേറെ 2 പേരുകളാണ്. ഇനീഷ്യേറ്റീവ് സ്ട്രക്ചറിന് പകരം നമുക്ക് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? പറഞ്ഞൂടെ? പറയാം. ഇനീഷ്യേറ്റീവ്, പുതിയ പ്രൊഡക്ഷൻ എങ്ങനെ പുതിയ രീതിയിൽ ചെയ്യാം, എങ്ങനെ പുതിയ മെത്തേഡ്സ് പരീക്ഷിച്ച് നോക്കാം, ഇതൊക്കെയാണ് അവിടെ ചിന്തിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടുമാണ്. അപ്പോൾ ഒഹിയോ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സ്റ്റഡിയുടെ ഒരു വകഭേദം തന്നെയാണ് മിച്ചിഗൺ യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, നടന്നിട്ടുള്ളത്. ഈ 2 ഡയമെൻഷൻസിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഡയമെൻഷൻ ഏതാണെന്നാ പറഞ്ഞത്? എംപ്ലോയി ഓറിയൻറ്റഡ്. കൺസിഡറേഷൻ എന്ന് പറയുന്നതും എംപ്ലോയി ഓറിയൻറ്റഡ് എന്ന് പറയുന്നതും കറക്റ്റ് അല്ലേ? രണ്ടും ഒരേ ഇത് തന്നെയല്ലേ? അത് തന്നെയാണ്. പക്ഷേ ഈ ഒഹിയോ യൂണിവേഴ്സിറ്റി സ്റ്റഡിയും മിച്ചിഗൺ യൂണിവേഴ്സിറ്റി സ്റ്റഡിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിച്ചിഗൺ യൂണിവേഴ്സിറ്റി ഹാസ് ഐഡൻറ്റിഫൈഡ് from these 2 major behaviors that can be shown by a leader,
they have identified and they have selected that the only behavior that will help to become a successful leader is എന്തായിരിക്കും is employee oriented behavior. And they are not suggesting productive oriented behavior. ഒരിക്കലും പ്രൊഡക്റ്റീവ് ഓറിയൻറ്റഡ് ബിഹേവിയറിനെ അവർ സജസ്റ്റ് ചെയ്യുന്നേ ഇല്ല. അവരതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു എംപ്ലോയി ഓറിയൻറ്റഡ് ആണെങ്കിൽ പ്രൊഡക്ഷനൊക്കെ താനേ എന്ത് ചെയ്തോളും വന്നോളും. എംപ്ലോയി എന്ന് വെച്ചാൽ എംപ്ലോയീനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, എംപ്ലോയീനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ പല മാനദണ്ഡങ്ങളും അവിടെ ഉണ്ട് അല്ലേ. അവരുടെ എഫിഷ്യൻസി, അവരുടെ ക്വാളിറ്റി, അവരുടെ പൊട്ടൻഷ്യൽ, ഇതൊക്കെ അളക്കുകയും അതിനനുസരിച്ച് അവർക്ക് വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുകയും അവരുമായിട്ടുള്ള ബന്ധം സുദൃഢമായിട്ട് നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നതോടൊപ്പം ഒരു ലീഡർക്ക് തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ് മിഷിഗൺ യൂണിവേഴ്സിറ്റിക്കാർ അവരുടെ സ്റ്റഡീസിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. Okay, and the University of Michigan studies clearly favored those leaders who were employee oriented in their behavior. എംപ്ലോയി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ മിച്ചിഗൺ യൂണിവേഴ്സിറ്റിക്കാർ എന്ത് ചെയ്യുന്നത് സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫേവർ ചെയ്യുന്നത്. അവർക്ക് അനുകൂലമായിട്ടാണ് കൂടുതലും നിൽക്കുന്നത്. ആൻഡ് സച്ച് ലീഡേഴ്സ് ലെഡ് ദ വർക്കേഴ്സ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി and job satisfaction, whereas production-oriented leaders failed badly on both these counts. They say that these Michigan University studies says that the employee-oriented people or employee-oriented leaders they can succeed in attaining the job satisfaction and as well as the maximum productivity of the employees. But here this production oriented people, production oriented leaders, they cannot achieve the job satisfaction of their employees, of their subordinates, and it has been seen that they are a big failure or they have failed badly in attaining all these matters. So that's the concentration or that's the essence of Michigan University studies. ഓക്കെ, അപ്പോൾ അവിടെ ഒഹിയോ യൂണിവേഴ്സിറ്റി സ്റ്റഡീസിൽ പറഞ്ഞ ഇനിഷ്യേറ്റീവ് സ്ട്രക്ചറിനും കൺസിഡറേഷനും പകരം ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗൺ സ്റ്റഡീസിൽ നമ്മൾ വീണ്ടും വേറെ എന്ന് പറയുമ്പോഴും അതിൻ്റെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അതിൻ്റെ കണ്ടന്റ് സെയിം തന്നെയാണ്. എംപ്ലോയി ഓറിയൻറ്റഡ് ആൻഡ് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് എന്നുള്ള 2 ഡയമെൻഷൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു പോകുന്നു. ഓക്കെ, ആൻഡ് നൗ after studying Ohio University studies and Michigan University studies, we can go to the managerial grid developed by Blake and Moulton. Managerial grid developed by Blake and Moulton. Then Blake and Moulton has formulated managerial grid on the basis of 2 dimensions. As we have seen in Ohio University studies and Michigan University studies, these 2 dimensions are concern for production and concern for employees. Concern for production and here concern for employees. These are the 2 dimensions upon which this managerial grid is constructed. And അപ്പോഴും സെയിം തന്നെയല്ലേ ഒഹിയോ യൂണിവേഴ്സിറ്റിയിലും മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലും പറഞ്ഞ സെയിം കാര്യം തന്നെയല്ലേ ഇവിടെയും നമ്മൾ പറയുന്നത് ആണ്. ദ നെക്സ്റ്റ് ഹിയർ ടു നമ്മൾ കണ്ടു 2 കൺസേൺ തന്നെയാണ് അവിടെ ഉള്ളത്, നേരത്തെ പഠിച്ച അതേപോലെ തന്നെ. ദാറ്റ് ഈസ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് കൺസേൺ ഫോർ എംപ്ലോയീസ്. ഓക്കെ, ദെൻ ഇവിടെ നോക്കി നിങ്ങൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണ്. ഒരു ഗ്രാഫിൻ്റെ എക്സും വൈയും നിങ്ങൾക്കറിയാം. അവിടെ നമ്മൾ നോക്കിയേ കൺസേൺ ഫോർ പ്രൊഡക്ഷൻ 1 2 3 4 5 6 7 8 9 പോയിന്റുകളാണ് നമ്മൾ അവിടെ എടുത്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം 0 തൊട്ട് 9 വരെ വേരി ചെയ്യുന്ന, അതായത് 1ൽ നിൽക്കുന്ന ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം
അയാൾക്ക് ഏറ്റവും കുറവ് കൺസേൺ ആണ് എന്തിനോടുള്ളത്, പ്രൊഡക്ഷനോ. കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം, അയാൾ എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 2 ആണെങ്കിൽ കുറച്ചുകൂടെ കൂടി, 3 ആണെങ്കിൽ ഒരു പോയിന്റ് കൂടി, 4 അങ്ങനെ ഏറ്റവും മാക്സിമം എടുത്തിരിക്കുന്നത് എത്രയാ, 9 ആണ്. അതുപോലെ തന്നെ കൺസേൺ ഫോർ എംപ്ലോയീസിൽ 1ൽ 0ലാണെങ്കിൽ ഒട്ടുമില്ല, 1 ആണെങ്കിൽ കുറച്ചുണ്ട്, 2 ആണെങ്കിൽ അതിനേക്കാളും കൂടി, 3 ആണെങ്കിൽ അങ്ങനെ എത്ര മാക്സിമം വരെ പോവാം, 9 വരെ പോവാം. ഇങ്ങനെ 9x9 ബേസിസിലാണ് ബ്ലേക്ക് ആൻഡ് മൗട്ടൺ എന്ത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് മാനേജീരിയൽ ഗ്രിഡ്. ഓക്കെ, ഇനി ഈ മാനേജീരിയൽ ഗ്രിഡിന്റെ 4 എക്സ്ട്രീം എൻഡ് പോയിന്റ്സ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇതൊരു എൻഡ് പോയിന്റ് ആണ്, എക്സ്ട്രീം എൻഡ് പോയിന്റ് ആണ്. ഇതൊരു എക്സ്ട്രീം ആണ്, ഇതൊരു എക്സ്ട്രീം ആണ്, ഇത് വേറൊരു എക്സ്ട്രീം ആണ്, അല്ലേ? ആണ്. ഈ എക്സ്ട്രീമുകളുടെ അടിസ്ഥാനത്തിലും പ്ലസ് അതിൻ്റെ ഒരു ആവറേജിന്റെ അടിസ്ഥാനത്തിലും, ആവറേജ് എന്ന് പറയുന്നത് ഇതിലേതാ നമ്മൾ ആവറേജ് ആയിട്ട് എടുക്കുന്നത്, ശരിക്കും ഇവിടെ 10 പോയിന്റ്സ് ഉണ്ട്, 0 തൊട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അതിൻ്റെ ആവറേജ് എത്രയാണ്, 5. ഇത് നമ്മൾ 5 എടുത്തു, ഇവിടെ 5 എത്ര കിടക്കണേ, ഇതാ ഇവിടെ കിടക്കണം, അല്ലേ? സോ ഇതിൽ നിന്ന് നോക്കി ഇവിടം വരെ ഇതാണ് ഇതിൻ്റെ ആവറേജ് എന്ന് വരുന്നത്, അല്ലേ? ഈ ആവറേജ് അടക്കം ഇപ്പം 4 എക്സ്ട്രീം പോയിന്റുകളും ഒരെണ്ണം ആവറേജ് അടക്കം. ഈ ആവറേജിൻ്റെ പേര് ഞാനിവിടെ എഴുതിയിട്ടില്ല. ആവറേജിൻ്റെ പേര് 5.5 മാനേജ്മെന്റ് അല്ലെങ്കിൽ മിഡിൽ ദ റോഡ് സ്റ്റൈൽ എന്നാണ്. 5.5 മാനേജ്മെന്റ് ഓർ മിഡിൽ ദ റോഡ് സ്റ്റൈൽ എന്നാണ് അതിനെ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഈ 4 എക്സ്ട്രീമുകളിലും ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഞാനല്ല കൊടുത്തത് പേര്, ബ്ലേക്ക് മൗട്ടനും കൂടിയിട്ട് പേര് കൊടുത്തതാണ്. എന്താ പേരുകൾ? ഈ 5 എണ്ണമാണ് എന്തിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ബ്ലേക്ക് ആൻഡ് മൗട്ടൻ്റെ മാനേജീരിയൽ ഗ്രിഡിൻ്റെ എസെൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ഇവിടേക്കൊന്ന് നോക്കി, ഈ ഒരു എക്സ്ട്രീമിലേക്ക് നോക്കുക. അതിൻ്റെ പ്രത്യേകത എന്താ? ഈ മാനേജ്മെന്റിന് വിളിക്കുന്ന പേരെന്നാ 1.1 മാനേജ്മെന്റ്. അതർവൈസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇംപവറിഷ്ഡ് സ്റ്റൈൽ ഓഫ് ഇംപവറിഷ്ഡ്, വെരി പുവർ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയി കൺസേൺ ഈസ് അറ്റ് ദ ലീസ്റ്റ്, ദാറ്റ് ഈസ് 1, ആൻഡ് ദ പ്രൊഡക്ഷൻ കൺസേൺ ഈസ് അറ്റ് ദ ലീസ്റ്റ്, ദാറ്റ് ഈസ് 1, അല്ലേ? എംപ്ലോയിയോടും വലിയ കൺസേൺ ഇല്ല, പ്രൊഡക്ഷനോടും വലിയ കൺസേൺ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ലീഡർ എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ മാനേജർ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റുമോ? ശരിക്കും പറ്റില്ല, അല്ലേ? സോ അതുകൊണ്ടാണ് അതിനൊരു ഇംപവറിഷ്ഡ് സ്റ്റൈൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി ഇവിടേക്ക് പോയി നോക്കിയേ, ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ഈ സ്റ്റൈലിനെ വിളിക്കുന്ന പേര് 1.9 മാനേജ്മെന്റ് എന്നാണ്. 1.9 മാനേജ്മെന്റ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റൈൽ എന്നാ പേര് കൊടുത്തിരിക്കുന്നത് കൺട്രി ക്ലബ് സ്റ്റൈൽ. കൺട്രി ക്ലബ് സ്റ്റൈൽ. എന്തായിരിക്കും ആ പേര് അതിന് വരാൻ കാരണം? എന്താണ് 1.9 മാനേജ്മെന്റ്? ഈ ഒരു എക്സ്ട്രീമിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടത്തെ നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ 1.9-ല് 1 എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, 9 എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഏറ്റവും അറ്റത്താ കിടക്കണേ. അറ്റത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൈ ആക്സിസ് എങ്ങടാ പോണേ, എന്തിന്റെ ആക്സിസാ? കൺസേൺ ഫോർ എംപ്ലോയീസിന്റെ ആണ്. ഇവിടെ 9 എന്ന് പറയുന്നത് ഹയസ്റ്റ് പീക്ക് ലെവലാണ്, എംപ്ലോയീസിനോടുള്ള കൺസേണിന്റെ പീക്ക് ലെവലാണ്, അല്ലേ? അതായത് എംപ്ലോയി കൺസേൺ ഈസ് അറ്റ് ദ ഹയസ്റ്റ്. പക്ഷെ എന്താ കുഴപ്പം? പ്രൊഡക്ഷനോട് യാതൊരു വിധത്തിലുള്ള കൺസേണും ഇല്ല. ഒരു സ്റ്റൈല് നല്ല സ്റ്റൈലാണോ? അങ്ങനെ പറയാൻ പറ്റില്ല, അല്ലെ? ഒട്ടും എംപ്ലോയീസിന് വളരെ വളരെ സ്നേഹവും സന്തോഷവും സമാധാനവും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ പ്രൊഡക്ഷനാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ആ ഉദ്ദേശം കൂടി നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ മാത്രമേ നമുക്ക് അയാളെ നല്ലൊരു ലീഡർ എന്ന് വിളിക്കും. ഇത് ശരിക്കും എന്താ പറയാ, കൺട്രി ക്ലബ്ബുകൾ എന്ന് വെച്ചാൽ തോന്നിയ പോലെ ഒരു അഴകുഴമ്പൻ സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സ്റ്റൈല് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റൈൽ. ഇനി അപ്പം ഇപ്പുറത്തെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകാനായിട്ട് പോവാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കി നോക്കിയേ, ഇവിടെ ഈ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് കർക്കശക്കാരനായിട്ടുള്ള ലീഡേഴ്സിനെ കാണാം. ഭയങ്കര അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സ്. അതോറിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോറിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. ബാക്കി
എംപ്ലോയീസിന് വളരെ പരിതാപകരമാണ്. എംപ്ലോയീസിനോടുള്ള സമീപനം വളരെ പരിതാപകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റൈലിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. എന്താ സ്റ്റൈലിൻ്റെ പേര്? 9-1 മാനേജ്മെൻറ്റ്. 9 എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, 1 എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? നമുക്കറിയാം ഇത് ഈ എക്സ് ആക്സിസിൻ്റെ ഇവിടെ കിടക്കണേ അല്ലേ. ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 9ലാണ് കിടക്കുന്നത്. പ്രൊഡക്ഷൻ അതിൻ്റെ ഹയസ്റ്റിലാണ്. പ്രൊഡക്ഷനോടുള്ള കൺസേൺ ഹയസ്റ്റ് ആണ്. അതേസമയം ആരോടുള്ള കൺസേൺ തീരെ ഇല്ലാണ്ടായിപ്പോയി? എംപ്ലോയീസിനോടുള്ള കൺസേൺ തീരെയില്ല. അതിനൊരു പേര് കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ പേര്? ആ മാനേജ്മെൻറ്റിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ടാസ്ക് മാനേജ്മെൻറ്റ്. ടാസ്ക് മാത്രമേ ഉള്ളൂ, ആരില്ല, എംപ്ലോയീസ് ഇല്ല. അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസേഷൻ ആണ്. പക്ഷേ എംപ്ലോയീസിന് കൊടുക്കേണ്ട ഫെസിലിറ്റീസോ എംപ്ലോയീസിനോട് കൊടുക്കേണ്ട അല്ലെങ്കിൽ അവരോട് കാണിക്കേണ്ട ഒരു നല്ല ബന്ധമോ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നേരെ മുകളിലേക്ക് പോയി നോക്കിയേ, അവിടെയാണ് നമുക്ക് ഏറ്റവും നല്ല ആൾക്കാരെ. പക്ഷെ അത് പ്രാക്ടിക്കലല്ല. പ്രാക്ടിക്കലി അത് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റൈലാണ് ടീം ലീഡർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ടീം ലീഡർ സ്റ്റൈൽ, ടീം ലീഡർ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ബട്ട് അതിനെ അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയധികം പ്രാവീണ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കാണിക്കേണ്ടി വരും. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് 9-9 മാനേജ്മെൻറ്റ്. 9.9 മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയസ്റ്റ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ അറ്റ് ദി സെയിം ടൈം ഹയസ്റ്റ് കൺസേൺ ഫോർ പീപ്പിൾ അല്ലേ. അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ, ആലോചിച്ച് നോക്കിയേ. അതെ, പക്ഷേ അതുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പായിട്ട് ആര് പറയുന്നത്? ബ്ലേക്ക് ആൻഡ് മൗട്ടൺ പറയുന്നത്. അറ്റ് ദി സെയിം ടൈം there is an average model, in between model or a laissez-faire method. laissez-faire ഒരു കണക്റ്റിംഗ് ലിങ്ക്. അങ്ങോട്ടും പോകണ്ട, അധികം ഇങ്ങോട്ടും പോകണ്ട. പ്രൊഡക്ഷനും വലിയ കോൺസെൻട്രേഷൻ അധികം കൊടുക്കണ്ട, എംപ്ലോയീസിനും വലിയ കോൺസെൻട്രേഷൻ. ഒരു ആവറേജ് ലെവലിൽ ആരെ കൊണ്ടും ചീത്ത പറയിപ്പിക്കരുത് അല്ലെ. എംപ്ലോയീസിനെ കൊണ്ട് നല്ലത് മാത്രമേ പറയിപ്പിക്കാൻ പാടുള്ളൂ, മാനേജ്മെൻറ്റിനെ കൊണ്ടും നല്ലത് മാത്രമേ. ഇപ്പോൾ അതിന് ഒരു പറ്റിയൊരു ആവറേജ് മോഡൽ ആണ് മിഡിൽ ദ റോഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ 5.5 മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 5 തരം സ്റ്റൈലുകളെ ആര് ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതാണ്. ബ്ലേക്കും മൗട്ടണും ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് യു ക്യാൻ ഡിറ്റർമിൻ ഇൻ വിച്ച് സ്റ്റൈൽ ഓർ ഈ 5 സ്റ്റൈലുകളിൽ ഏത് സ്റ്റൈലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കാം. ആൻഡ് ഓൾ ദി സ്റ്റൈൽസ് ഹാവ് ഇറ്റ്സ് ഓൺ ലിമിറ്റ്സ് ആൻഡ് limits and advantages. At the same time, you should see that this 9.9 management is the best method. You should try to acquire the qualities required for this 9.9 management. അതാണ് ആര് പറഞ്ഞു വെക്കുന്നത്? ബ്ലേക്ക് ആൻഡ് മൗട്ടൺ പറഞ്ഞു വെക്കുന്നത്. Okay, so this is managerial grid by ബ്ലേക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഗ്രിഡ് കൊടുത്തിട്ടുണ്ട്. സോ അത് നന്നായിട്ട് എന്ത് ചെയ്ത് നോക്കി പഠിക്കുക. ദെൻ ഒരെണ്ണം കൂടി നമുക്കിതിൽ പഠിക്കാനുണ്ട്. ലിക്കേർട്ടിൻ്റെ 4 സ്റ്റൈൽ ഓർ 4 ലെവൽ മോഡൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ ബിഹേവിയറൽ സ്റ്റഡീസിൻ്റെ 4 എണ്ണമാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ 3 എണ്ണം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ.